ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്ന സമരത്തിന് വേറെ ഉദ്ദേശങ്ങളൊക്കെ എന്നുള്ള പരാതി നിങ്ങൾക്കുണ്ട്. ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ മെറിറ്റിനെ നിങ്ങൾ പിന്താങ്ങുന്നുണ്ടോ ഈ സമരത്തിൻ്റെ? സമരം ഇല്ലല്ലോ ഇപ്പോൾ. കേന്ദ്രത്തിനെതിരെ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അത് ഒരു സമ്മേളനമാക്കി അവർ മാറ്റുകയാണ്. ഒരു സമ്മേളനം നടത്തുകയാണ്. അത് ഡൽഹി കൊണ്ട് ഒരു സമ്മേളനം നടത്താൻ ഡൽഹി പോകുന്നതിനാണ്. സമരം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സമരം നടത്തുന്നത് ജന്തർ മന്ദറിലോ സാധാരണയായി സമരം നടത്തുന്ന അവിടെയാണ്. അവിടെയൊന്നും സമരം നടത്താതെ എവിടെയും ഒരു സമ്മേളനം നടത്തും എന്ന് പറഞ്ഞ് നടക്കുകയാണ്. സമരം പ്രഖ്യാപിച്ചവർ ഇപ്പൊ സമരസപ്പെടുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നയപ്രഖ്യാപനത്തിൽ ഈ ബഹുമാന്യായ ശൈലജ ടീച്ചർ പറഞ്ഞതുപോലുള്ള ഒരു രൂക്ഷമായ വിമർശനവും നയപ്രഖ്യാപനത്തിലില്ല. നയപ്രഖ്യാപനത്തിൽ വരേണ്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിനെതിരായി കുറ്റപ്പെടുത്തുന്ന ഒരു രൂക്ഷമായി കുറ്റപ്പെടുന്ന ഒരു വാക്കുപോലും അതിനകത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് 2 ലക്ഷം ടൺ അരി കുറവ് ചെയ്തു. ഗോതമ്പ് വെട്ടിക്കുറച്ചെന്നുള്ളതല്ല, ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമായി പരിമിതപ്പെടുത്തി. മണ്ണെണ്ണ 3 മാസത്തിനിടയ്ക്ക് 1/4 ലിറ്റർ കിട്ടത്തക്ക രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം കേരളത്തെ കേന്ദ്ര ഗവൺമെന്റ് അവഗണിച്ചപ്പോഴും ആ നയപ്രഖ്യാപനത്തിൽ അതിനെതിരെ ഒരു പ്രതിഷേധത്തിന്റെ ഒരു വാക്ക് പോലും ഉൾപ്പെടുത്താൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗം യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിനുള്ള ഒരു തലോടലായിട്ടാണ് മാറിയിരിക്കുന്നത്. എന്നിട്ടിവിടെ ഈ നാട്ടിൽ മനുഷ്യച്ചങ്ങല പിടിക്കുന്നു. അറിയപ്പെടാത്ത കുഗ്രാമങ്ങളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രസംഗിക്കുകയും എന്നാൽ നിയമസഭ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട വേദിയിൽ അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവതരിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഡോക്യുമെന്റിനുള്ളിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു കുറ്റപ്പെടുത്തലും കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയെക്കുറിച്ചുള്ള ഒരു വാക്കും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വസ്തുത. അപ്പൊ ഇവരുടെ ഈ സമരം ആത്മാർത്ഥതയില്ലാത്തതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം സമരം പ്രഖ്യാപിച്ചവർ പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോയി. 2, നയപ്രഖ്യാപനത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യവും അവർ ഉൾപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ ഇവിടെ ബഹുമാന്യായ ശൈലജ ടീച്ചർ പറഞ്ഞത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അതൊരിക്കലും നമ്മുടെ പൊതുകടത്തിൽ വരില്ല. ശരിയാണ്. എങ്ങനെയാണെങ്കിൽ അതിന് ഗവൺമെന്റിന്റെ സോവറിൻ ആയിട്ടുള്ള ഗ്യാരണ്ടി ഇല്ലെങ്കിൽ, ഗവൺമെന്റ് സോവറിൻ ഗ്യാരണ്ടിയാണ്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിന് ഈ കിഫ്ബിയിലും അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട് ബോർഡിലുമെല്ലാമുള്ള കടമെടുപ്പിന് ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുത്തിരിക്കുകയാണ്. ഗവൺമെന്റ് ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ സ്ഥാപനങ്ങൾക്ക് ലോൺ കൊടുക്കുന്നത്, പണം കിട്ടുന്നത്. അപ്പൊ സ്വാഭാവികമായും അത് ഗവൺമെന്റ് കടമെടുപ്പ് പരിധിയിൽ വരും. ഇതല്ലാതെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അല്ലാതെ ഗവൺമെന്റ് ഗ്യാരണ്ടി ഇല്ലാതെ നിങ്ങൾ കടമെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത് കടമെടുപ്പ് പരിധിയിൽ വരില്ല. അതാണ് അവിടുത്തെ വ്യത്യാസം. ഇതിപ്പോ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കണക്കാക്കുമ്പോൾ നമ്മുടെ കടമെടുപ്പ് പരിധി കഴിഞ്ഞിരിക്കുന്നു. അതാണ് അതിന്റെ വസ്തുത. അപ്പൊ ഈ പറയുന്നത് പോലെ കേന്ദ്രത്തിനെതിരെ പറയുന്നത് ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ കേന്ദ്രത്തിലേക്ക് പോകാനോ കേന്ദ്രത്തിനെതിരെ ഒരു ശക്തമായ നിലപാടെടുക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബഹുമാന്യായ മുഖ്യമന്ത്രി, നിങ്ങൾ കഴിഞ്ഞ കാലയളവിലുള്ള നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. മോദിയുടെ പേരെടുത്ത് വിമർശിക്കുന്ന എത്ര പ്രാവശ്യം അത് വിമർശിച്ചിട്ടുണ്ട്? ഒന്നും ചെയ്യുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിനെതിരെ മോദിക്കെതിരെ ആത്മാർത്ഥമായ സമരമില്ല. രണ്ടാമത്തത് ഈ പറയുന്ന പല കാര്യങ്ങളും നിൽക്കാത്തതാണെന്നാണ്.